ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സാരി കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ ഫ്രണ്ടിനെ സാരി കെട്ടാൻ അറിയുള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ ആ കൊച്ചിനെ വേണ്ടി വെയിറ്റ് ചെയ്ത്. സോ ഇത്രയും ലേറ്റായി. പോരാത്തതിന് കുളിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോട്ടറൊക്കെ അടിച്ച് വരുമ്പോഴേക്കും തന്നെ ഒരുപാട് ലേറ്റായി ടൈം. സോ നമുക്കൊരു മോർണിംഗ് ഹോളി മാസിന് പോകാനായിട്ട് പറ്റിയിട്ടില്ല. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഗൈസ്. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് മൈ വെയർ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സുന്ദരി കുട്ടികളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അൾട്ടി ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇവിടെ ദോശയും സാമ്പാർ ചട്നിയൊക്കെയാണ് ഗൈസ്. നല്ല വലിയ വലിയ ദോശ. പിന്നെ നമ്മൾ കുടിക്കാൻ കോഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. കൊള്ളാം, അടിപൊളി. അങ്ങനെ നമ്മളുടെ ഡാൻസും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്തുള്ളതായി ഈ കുരുപ്പിയിരുന്ന് ഓരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെല്ലാവരും ബോറടിച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മളൊന്ന് ചിയറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ണായിട്ട് നമ്മളൊരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ വീണ്ടും ഉച്ചയായപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡിൻ്റെ സ്പെഷ്യൽ. സോ അവിടെ ഒരു ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡിന് ഒരു കുറവുമില്ല ഗൈസ്. നമുക്ക് എപ്പോഴും അവിടെ ഒരു നോൺ വെജ് ഐറ്റംസ് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. സോ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമ്മൾ പോയത് ചെന്നൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെട്ടു ഗൈസ്. സൂപ്പർവായിട്ടുണ്ടായിരുന്നു. ഓരോ കറികളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു മടുപ്പും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അടുത്തത്. നമ്മുടെ ഈ നാഷണൽ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒന്നിച്ചു കൂടാനും കൈവന്നിരിക്കുന്നത്. അപ്പൊ ജോഷിന്റെ 21 ജോബിന്റെ 21ാമത് ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ആഘോഷമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ജോബി, ഹാപ്പി ബർത്ത്ഡേ. സോ ഗായ്സ്, അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരോ സ്റ്റേറ്റുകളിൽ നിന്നിട്ടും അവിടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഫുഡ് ഐറ്റംസ് നല്ല ചെറുതായിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അതിലോട്ട് പോകാം. This is salt. ഹലോ. സോ ഗൈസ്, ഇത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഫുഡാണ്. എന്താ പേരെന്തുവാ പറഞ്ഞു? അരിസൽ. സോ ഇപ്പോൾ നമ്മളുടെ കൾച്ചറൽസൊക്കെ ഓവറായി. അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു, ഇന്ന് നമുക്ക് ചപ്പാത്തിയുണ്ട് ഗൈസ്. അതേപോലെ ഞാൻ കഷ്ടപ്പെട്ട് അഖിലിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഇഡ്ഡലി മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചില്ലി ചിക്കൻ അവർ തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയാണ്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ് ഗൈസ്, അടിപൊളിയാണ്. സോ അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ഡേ 2 വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കവറേജസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു രാത്രി സമയമൊക്കെ ആയപ്പം ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നിട്ടുള്ള അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസൊക്കെ ആയിരുന്നു ഗായ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഗായ്സ്.
സോ ഫൈനലി നമ്മൾ നൈറ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ സെഷൻസും കാര്യങ്ങളൊക്കെ ഓവറായി, ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഓവറായി. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ നമ്മളാണ് കഴിച്ചത്. ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മളാട്ടോ. ഹേ ഗായ്സ്, അങ്ങനെ ദിസ് ഇസ് 3rd ഡേ ഓഫ് അവർ ഐക്കഫ് ക്യാമ്പ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റു, പള്ളിയിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2-3 ഇന്നലത്തെ ദിവസമൊന്നും എനിക്ക് അധികം ക്യാപ്ചർ ചെയ്യാനോ ഇല്ല സംസാരിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഗൈസ് നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ. സോ ഇന്ന് വൈകിട്ട് നമ്മൾ തിരിക്കുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിൽ തന്നെ പോയിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റുകാരുടെ വകയുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, കൾച്ചറൽ ഈവൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഗൈസ്. അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ നിന്ന് റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലഗേജുമായിട്ട് പുറത്തിറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ 3rd ഡേ ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. സോ നമ്മൾ ചെന്നൈ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. ചെന്നൈയിലെ ട്രിവാൻഡ്രത്തേക്ക് ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, വി ആർ ലീവിങ്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ് അങ്ങനെ മോർണിംഗ് ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ കോട്ടയം എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രാത്രി നമ്മൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഏതാനും നിമിഷങ്ങളിലുള്ളിൽ നമ്മൾ ട്രിവാൻഡ്രം എത്തുന്നതായിരിക്കും. സോ നല്ലൊരു ജേണി ആയിരുന്നു. സോ നമ്മുടെ കൂടെ വന്ന കുറേ പേര് അവരവരുടെ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കുറച്ച് പേര് ഇനി കൊല്ലത്ത് ഇറങ്ങും, ബാക്കിയുള്ളവർ ഇനി ട്രിവാൻഡ്രത്ത് ഇറങ്ങും. സോ ഒരു നല്ല ജേണി ആയിരുന്നു. അപ്പോൾ ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കും ഗൈസ്. സോ ഒന്നിങ്ങനെ പോകുന്നു. സോ അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിരിയാൻ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.